ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഒഴിവാക്കണമെന്നാണ് കണ്ടത്. ഈ വീഡിയോയിൽ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ. പോഷക സമൃദ്ധമായ ഇവയിൽ വിറ്റമിൻ B6, പൊട്ടാസ്യം, വിറ്റമിൻ C, A, ബീറ്റ കരോട്ടിൻ, നാരുകൾ, അയൺ എന്നിവ ധാരാളമായി ഉണ്ട്. ഇത് കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നു. കുഞ്ഞിൻ്റെ എല്ലുകൾക്കും പല്ലുകൾക്കുമെല്ലാം നല്ലതാണ്. ചർമ്മ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. സെക്കൻഡ് വണ്ണാണ് പരിപ്പ്. പരിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ബദാം, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, പിസ്ത, പംകിൻ സീഡ് മുതലായവയാണ്. പരിപ്പിൽ ധാരാളം പ്രോട്ടീനുകളും നാരുകളും വിറ്റമിനുകളും omega-3 ഫാറ്റി ആസിഡുകളും എല്ലാം ഉണ്ട്. കൂടാതെ ധാതുക്കളും. ഇത് കഴിക്കുന്നത് കുഞ്ഞിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കും. ഇതിൽ ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് കപ്പലണ്ടി തന്നെയാണ്. അടുത്തതാണ് ബീൻസ്. ബീൻസിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടും, വിളർച്ച തടയും. മത്സ്യമാംസാദികൾ കഴിക്കാത്തവർ ഇത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്തതാണ് ഓറഞ്ച്. ഓറഞ്ചിൽ വിറ്റമിൻ C ധാരാളമുണ്ട്. ഓറഞ്ച് കൂടുതൽ കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരാതെ ഇരിക്കും. ഇത് ഇരുമ്പിനെ നന്നായി ആഗിരണം ചെയ്യും. കുഞ്ഞിൻ്റെ എല്ലുകൾക്കും പല്ലുകൾക്കും എല്ലാം ഇത് നല്ലതാണ്. തക്കാളി, സ്ട്രോബെറി, ബ്രക്കോളി ഇവ കഴിച്ചാലും വിറ്റമിൻ സിയുടെ അളവ് കൂടുന്നതാണ്. അടുത്തതാണ് തൈര്. പാലിനേക്കാൾ മികച്ചത് തൈര് തന്നെയാണ്. തൈരിൽ അല്പം കാൽസ്യം കൂടുതലുണ്ട്. കൂടാതെ പ്രോട്ടീൻ, വിറ്റമിൻ, സിങ്ക് ഇവ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് മോരാക്കി കുടിക്കുന്നതും നല്ലതാണ്. അടുത്തതാണ് ഇലവർഗ്ഗങ്ങൾ. ഇലക്കറികൾ പൊതുവെ സൂപ്പർ ഫുഡുകൾ തന്നെയാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഓട്സ്. ഓട്സ് കഴിക്കുന്നത് എനർജി ലെവൽ വർദ്ധിപ്പിക്കും. ധാരാളം ഫൈബർ, പ്രോട്ടീൻ, വിറ്റമിൻ B6 ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് പ്രസവശേഷമുള്ള തടി കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതാണ് സാൽമൺ ഫിഷ്. omega-3 ഫാറ്റി ആസിഡിൻ്റെ നല്ല ഉറവിടമാണ് ഇത്. കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. ഇതിൽ DHA IQ ലെവൽ വർദ്ധിപ്പിക്കുന്നു. സാൽമണിൽ പൊതുവെ മെർക്കുറിയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് ഇത് ധാരാളമായി കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.